ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ റൂം മേക്ക് വീഡിയോ ആണ്. സ്കൂളൊക്കെ തുറക്കാറായി, നാളെയാണ് സ്കൂൾ തുറക്കുക. അപ്പൊ റൂം മേക്കർ ചെയ്യാൻ വിചാരിച്ചു. കാരണം റൂമൊക്കെ വെസ്റ്റായിട്ട് എടുക്കാണ്. സ്കൂൾ കൂട്ടിയാൽ മര്യാദക്ക് റൂമൊന്നും വൃത്തിയാക്കിയിട്ടില്ല. എല്ലാം പ്ലാൻ ചെയ്യൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചെയ്യാറില്ല. നമുക്ക് റൂം മേക്കർ വീഡിയോ എടുക്കാം. നമുക്ക് കർട്ടൻസ് ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ ഓൾറെഡി. അപ്പൊ കർട്ടൻസ് ഇടണം, ബെഡൊക്കെ മാറ്റി കട്ടിലൊക്കെ ഒരു സൈഡിലേക്ക് നീക്കി ഫുള്ള് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഓരോന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവർ പോട്ടുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു ബുദ്ധന്റെ വൈറ്റ് പോട്ടാണ് ഞാൻ അമ്മരടുത്ത് നിർത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ വെക്കാൻ വേണ്ടി. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്, ഇത്രയും വലുതാവുള്ളൂ. ഒരു ചിരട്ട വെച്ചിട്ട് അച്ഛൻ ഉണ്ടാക്കിയതാണ് ഇത്. ഞാൻ വിൻഡോന്റെ സൈഡിൽ വെക്കാൻ വേണ്ടി ഇത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് പോട്ടാണ്, ഇതും വിൻഡോന്റെ സൈഡിൽ വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മളെ റൂം. കുറച്ചൊക്കെ ബസ്സായി കിടക്കണുള്ളൂ, എന്നാലും എനിക്കൊന്ന് വൃത്തിയാക്കണം. കാരണം സ്കൂളൊക്കെ തുറക്കാറായില്ലേ, നമുക്കൊന്ന് വൃത്തിയാക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് ബാഗിക്ക് തന്നെ മടക്കി വെച്ചാൽ അടിക്ക് തന്നെ കൊണ്ടു കൊടുക്കാണ്. ജീൻസും പിന്നെ ടാബ്, ചാർജർ, മേക്കപ്പ് പൗച്ച് എല്ലാതും ഉണ്ട്. അതൊക്കെ കൂടി ബെഡും ഇട്ടിട്ടാണ് റെഡി ആവുക. അപ്പൊ അതൊക്കെ കൂടി വൃത്തിയാക്കിയിട്ട് നമുക്ക് എല്ലാതും കൂടി അടിക്ക് എടുത്തിട്ട് കൊടുക്കാം. ഇന്ന് വൃത്തിയാക്കണ അത്ര വലിയ പണിയൊന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബെഡ്ഷീറ്റ് വിരിക്കുക, കർട്ടൻ ഇടാ, അടിച്ചു വരെ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ ഓൾറെഡി കട്ടിൽ ഒത്തിരി കുറച്ച് നീക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വൃത്തിയാക്കി കൊടുത്തിട്ട് നമുക്ക് കട്ടിൽ അങ്ങോട്ട് നീക്കിയിട്ട് കൊടുക്കാം. അതിനുള്ള അഭ്യാസപ്പണി എനിക്ക് കാണുന്ന എന്നെ കൊണ്ട് എനിക്ക് പറ്റൂല. എന്നാലും ഞാൻ എങ്ങനെയൊക്കെ നീക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സൈഡൊക്കെ അടിച്ച് വൃത്തിയാക്കി. ഇത്രയും കൂടിയൊക്കെ ഉള്ളു എൻ്റെ റൂമില്. നെക്സ്റ്റ് ഞാൻ ആ തലാണയുടെ കവറൊക്കെ മാറ്റി ബെഡ്ഷീറ്റൊക്കെ മാറ്റാൻ വെച്ചിട്ടാണ് ഈ കാണിച്ചു കൂട്ടണത്. വൈറ്റില് ഫ്ലോറൽ തീമിലുള്ളൊരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ വലിച്ചിട്ടും കിട്ടണില്ല. സൈഡിൽ എലാസ്റ്റിക് വെച്ചിട്ടുള്ളതുണ്ട്. ഇത് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി വരേണ്ടി വരും. പക്ഷെ എനിക്ക് എലാസ്റ്റിക് വെച്ചിട്ടുള്ള ബെഡ്ഷീറ്റാണ് ഇഷ്ടം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നല്ല കിടന്നോളും. അങ്ങനെ ഞാൻ അത് മാറ്റിയിട്ട് വൈറ്റ് ബെഡ്ഷീറ്റ് ഇടാന്ന് വിചാരിച്ചു. എനിക്ക് ഇങ്ങനത്തെ ബെഡ്ഷീറ്റ് കുറച്ച് ഇഷ്ടമാണ്. ഇങ്ങനെ കുറച്ച് ലൈറ്റ് കളർ ബെഡ്ഷീറ്റാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വരണം ബെഡ്ഷീറ്റാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അങ്ങനെ ഞാനിത് ഏതിന് തലയും വാലും അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കാണ്. അതാണോ ഇവിടെയാണോ എവിടെയാണോ ഇടുന്ന വെച്ച് നോക്കിക്കാണ്. അങ്ങനെ നമുക്ക് നാല് സൈഡിലും ശരിയാക്കിയിട്ട് ഞാൻ സൈഡൊക്കെ മടക്കി വെച്ച് കൊടുക്കണം. എനിക്ക് അങ്ങനെ അടിക്ക് വീത്തിയിരുന്നത് ഇഷ്ടമല്ല. ഞാൻ സൈഡൊക്കെ മടക്കി വെച്ചിട്ട് എൻ്റെ കംഫർട്ടർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കുഷ്യൻ മാത്രമേ വെച്ച് കൊടുക്കുള്ളൂ. അങ്ങനെ അതും വെച്ച് ഇതും മടക്കി വെച്ച് ഇതൊക്കെ എനിക്ക് വൃത്തിക്ക് ഇങ്ങനെ കെടുക്കണം. എനിക്ക് എൻ്റെ റൂം എന്ന് വെച്ചാൽ ഇങ്ങനെ വൃത്തിക്ക് കെടുക്കണം. അത് ആരുടെ റൂമായാലും എനിക്ക് അങ്ങനെ നീറ്റായിട്ട് ഇടുന്നതാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ഇടക്കാണ് എനിക്ക് ഭ്രാന്ത് വരുമ്പോ, എന്നാലും എനിക്ക് കാണുമ്പോ എനിക്ക് അത്രയ്ക്ക് ഇങ്ങനെ ഇതായി കിടക്കണത് ഇഷ്ടമല്ല. അടുത്ത് ഞാൻ ആ ഫ്ലവർ പോട്ട് ബുദ്ധന്റെ വൈറ്റ് ഞാൻ ആ സൈഡിലായിട്ടാണ് വെച്ചു കൊടുക്കണത്. ഇത് ഞാൻ എനിക്കുമ്പോഴേക്കും തട്ടിമറിഞ്ഞ് വീഴുന്ന എനിക്കറിയില്ല. പക്ഷെ അവിടെ വെച്ചിട്ട് പ്രത്യേക ഭംഗി നേരിട്ട് കാണുമ്പോ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ചിരട്ടോൺ ഉണ്ടാക്കിയതും ഞാൻ അവിടെ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. മറ്റേത് ഞാൻ വിൻഡോന്റെ സൈഡിൽ വെച്ചു. നെക്സ്റ്റ് നമുക്ക് കേട്ടൻ ഇടാൻ വേണ്ടി കേട്ടൻ്റെ അത് ഊരാൻ വേണ്ടിയിട്ട് നിറച്ച് പൊടിയായിരുന്നു. അതും അതൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി. ഇത് ഇടണമെങ്കിൽ എനിക്ക് കുറച്ച് പാടായിരുന്നു. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടൊന്നും കിട്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ ഓടെല്ലാം ശരിയാക്കിയത്. അങ്ങനെ ഞാൻ കേട്ടൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ആഗ്രഹം ഇഷ്ടമുള്ളത് ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കേർട്ടൻസും വൈറ്റ് കേർട്ടൻസ്, അതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ ഈ റൂമിൽ ഈ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കേർട്ടനാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ കർട്ടൻ ഇട്ട് കൊടുത്ത് രണ്ടാമത്തത് ഞാൻ വീണ്ടും ഇട്ടെടുക്കേണ്ടത്. ഇങ്ങനെ ചുളുക്കായിട്ടാണ് സൈഡിൽ വരുന്നത്. അതൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അത് ഊരിയൊക്കെ പോയിട്ടുണ്ട്. രണ്ടാമതൊക്കെ കഷ്ടപ്പെട്ട് ഇട്ടതാണ്. അങ്ങനെ അതും കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് ആ സാധനം വെച്ച് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിന്റെ മേലെ പോയങ്ങായിട്ട് നമുക്ക് അത് വെക്കാൻ തന്നെ വേറെ പാടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ ചുളുക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുത്താലേ കറക്റ്റ് ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാം ശരിയാക്കി ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ റൂം. കുറച്ചിപ്പം നല്ല വൃത്തിക്ക് നീറ്റായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊരു വലിയ വീഡിയോ ഒന്നും ഞാൻ വിചാരിക്കണില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.